സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രിയിൽ എന്നെ തേള് കടിച്ചു നബിയെ. തേളിന്റെ കുത്തേറ്റു വിഷമേറ്റു പോയി. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, എനിക്ക് തേളിന്റെ കുത്തേറ്റിട്ട് പ്രവാചക പ്രഭോ അതിന്റെ വേദന സഹിക്കാനാവുന്നില്ല, അതിന്റെ വേദന മാറുന്നില്ല നബിയെ, ഞാൻ ആകെ പ്രയാസത്തിലും വിഷമത്തിലുമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ചൊല്ലിയിരുന്നുവെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കാവൽ ലഭിക്കുമായിരുന്നു, ആ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നിങ്ങൾ ചൊല്ലിയിരുന്നെങ്കിൽ, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ അത് ചൊല്ലിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാവൽ നൽകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ എത്ര ആത്മീയ മാർഗങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ രാവിലെ ചൊല്ലി അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 3 തവണ ഒരാൾ അത് ചൊല്ലിയാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വൈകുന്നേരം വരെ അല്ലാഹുവിന്റെ കാവൽ അവന് ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകുന്നേരം ഒരാൾ ചൊല്ലി അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നാൽ അയാൾക്ക് സുബ്ഹി വരെ അല്ലാഹുവിന്റെ കാവൽ ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ ദിക്റല്ല. അതുകൊണ്ട് ലഭിക്കുന്ന പുണ്യവും അതിലൂടെ ലഭിക്കുന്ന കാവലും വലുതാണ്. നമുക്കാർക്കും അറിയില്ല നാം നടന്നു പോകുന്ന വഴിയിൽ എവിടെയാണ് പാമ്പ് പതിയിരിക്കുന്നതെന്ന്. നമ്മുടെ തലയിണകളുടെ അടിയിൽ, അതുപോലെ കട്ടിലിന്റെ അടിയിൽ നാം ഇന്ന് വായിക്കുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെടുകയാണ്. ധരിക്കുന്ന ഷൂസുകളുടെ ഉള്ളിൽ നമുക്കറിയാത്ത പലയിടങ്ങളിലും പതിയിരുന്നേക്കാം, അത് ആക്രമിച്ചേക്കാം, അതിന്റെ വിഷം തീണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികൾ എന്ന രീതിയിൽ, മുഅ്മിനീങ്ങൾ എന്ന രീതിയിൽ ഹബീബായ നബി തങ്ങളുടെ വാക്ക് നമ്മുടെ ഖൽബിൽ നമ്മൾ കൊണ്ടുവരണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ഹബീബായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാവലിന്റെ ദിക്റാണ്. നമ്മളത് പഠിക്കണം, നമ്മുടെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് അള്ളാഹുവിൽ നിന്നുള്ള വഹിയല്ലാതെ പറയില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് അങ്ങനെയല്ലേ പറഞ്ഞത്. മുസ്തഫായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ കാവലിന്റെ മന്ത്രം അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് രാവിലെയും വൈകുന്നേരവും പതിവാക്കണം.